നമസ്കാരം. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും കെട്ടടങ്ങിയെന്നത് യാഥാർത്ഥ്യമാണ്. അതേസമയം കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ സമാന്തരമായി അവിടെ തഴച്ചു വളരുകയും ചെയ്തു. ഒരു കാലത്ത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോറ്റി വളർത്തിയ പ്രൊഫഷണൽ ഗുണ്ടാ സംഘങ്ങളാണ് ഈ വിധത്തിൽ പരിണമിച്ചവരിൽ ഏറെ എന്നതുമാണ് വസ്തുത. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വെട്ടാനും കുത്താനും ചാവേറുകളായി അണികൾ ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യനിർവഹണത്തിനായി ക്രിമിനലുകളെ പോറ്റി വളർത്തിയതിൽ നിന്നും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല. ബോംബെറിഞ്ഞു വീഴ്ത്തിയും വടിവാളുകൊണ്ട് വെട്ടിപ്പിളർന്നും കൊത്തിനുറുക്കിയും രാഷ്ട്രീയ പക പോക്കിയിരുന്ന കണ്ണൂരിലെ ചോര ചിതറിയ നാളുകളെ അത്ര വേഗത്തിൽ മറക്കാനാവില്ലല്ലോ. തലയെണ്ണി കണക്ക് തീർത്തിരുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ നാളുകളിൽ ഒട്ടേറെ രക്തസാക്ഷികളെയും ബലിദാനികളെയും സൃഷ്ടിച്ചതിൽ നിന്ന് കൈകഴുകി മാറി നിൽക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുകയുമില്ല. BJPയും CPMും കോൺഗ്രസും മുസ്ലിം ലീഗുമെല്ലാം ഇക്കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. ഒത്തുതീർപ്പുകൾക്ക് ശേഷം രാഷ്ട്രീയ നേതാക്കൾ കൈകൾ കോർത്ത് സമാധാനത്തിന്റെ പതാകവാഹകരായി മാറിയപ്പോൾ ആവിധം കാഴ്ചകളെ എല്ലാവരും മതിമറന്ന് വാഴ്ത്തി. അപ്പോഴൊന്നും അണിയറയിൽ ആയുധങ്ങൾ രാഗി മിനുക്കിയവരെ കുറിച്ച് എല്ലാവരും ബോധപൂർവം നിശബ്ദരായി. നേതാക്കളുടെ വെടിനിർത്തലുകൾക്ക് ശേഷം ഈ വിധം കൊട്ടേഷൻ ഗുണ്ടകൾക്ക് എന്ത് സംഭവിച്ചു? താൽക്കാലികമായിട്ടെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെ അവഗണിച്ചതോടെ ഇവർ ചേക്കേറിയത് എവിടേക്കാണ്? ഇതൊക്കെ ഇവിടെ പ്രധാന ചോദ്യങ്ങളായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. രാഷ്ട്രീയ കൊട്ടേഷനുകൾ ഇല്ലാതായതോടെ പ്രൊഫഷണൽ ഗുണ്ടാ സംഘങ്ങളായി ഇവരിൽ ഭൂരിഭാഗവും മാറുകയായിരുന്നു. ഇവർക്കാകട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരോക്ഷ പിന്തുണകൾ നിർലോഭമായി ലഭിക്കുകയും ചെയ്തു. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രധാനികളായ കൊടിസുനി, കിർമാണി മനോജ്, MC അനൂപ്, മുഹമ്മദ് ഷാഫി, TK രതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പല ഓപ്പറേഷനുകളും പിന്നീട് അരങ്ങേറിയത്. കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതിലാകട്ടെ ഇവർക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. വടക്കൻ കേരളത്തിൽ ഇടക്കാലത്ത് ശക്തമായി വളർന്നു പന്തലിച്ച ഹവാല പണമിടപാടുകൾക്കും സ്വർണ്ണ കള്ളക്കടത്തിനും വൻകിട വ്യവസായികൾ തമ്മിലുള്ള ബിസിനസ് തർക്കങ്ങളിലുമെല്ലാം ഇടപെട്ടുകൊണ്ട് അതിവേഗമാണ് ക്രിമിനൽ സംഘങ്ങൾ പടർന്ന് പന്തലിച്ചത്. എന്തിനധികം സിനിമാ മേഖലയിൽ അരങ്ങേറിയ തർക്കങ്ങളിലും തട്ടിക്കൊണ്ടുപോകലിലുമെല്ലാം കൊട്ടേഷനുകളുമായി ഈ വിധം ഗുണ്ടകൾ രംഗത്തിറങ്ങിയത് പലകുറി ചർച്ചാ വിഷയമായി മാറിയതുമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഗുണ്ടകളെ നേതാക്കൾ സഹായിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗിനുള്ളിലും വലിയ കോളിളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം വിപുലമായ നെറ്റ്വർക്കുകൾ ഈ ക്രിമിനലുകൾക്ക് ഉണ്ട്. എവിടെയും എന്ത് ഓപ്പറേഷൻ നടത്താനും അതിവേഗം ഇവർക്ക് കഴിഞ്ഞിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ചില രാഷ്ട്രീയ നേതാക്കളുടെയും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെയും പരോക്ഷ പിന്തുണകൾ ഇപ്പോഴും ഇക്കൂട്ടർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യവുമാണ്. കൊടിസുനിയും കൂട്ടരും ഇപ്പോഴും ജയിലിലാണെങ്കിലും അവർ ഏറ്റെടുക്കുന്ന കൊട്ടേഷൻ വിദഗ്ധമായി നടപ്പാക്കാനുള്ള സംഘങ്ങൾ പുറത്തു തന്നെയുണ്ട്. അത്തരം ഓപ്പറേഷനുകൾ കൃത്യമായി നടപ്പാക്കുന്നവർക്കിടയിൽ മുൻനിരയിലാണ് അർജുൻ ആയങ്കിയെ പോലെയുള്ള ഗുണ്ട നേതാക്കളുടെ സ്ഥാനം. ഇന്ന് കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ് അർജുൻ ആയങ്കിയുടേത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പരസ്യമായി വെല്ലുവിളിച്ച ഈ ക്രിമിനൽ കേരളത്തിലെ നിയമ സംവിധാനത്തെക്കുറിച്ചാണ് ആക്ഷേപിച്ചത്. കൊടിസുനിയുടെയും കിർമാണി മനോജിന്റെയും വലം കൈയായിരുന്ന ഈ ഗുണ്ടാ നേതാവ് കേരളത്തിലെ നിയമ സംവിധാനത്തെക്കുറിച്ചാണ് വെല്ലുവിളിച്ചത്. ഫോൺ ലൊക്കേഷനുകൾ ഇടയ്ക്കിടെ മാറ്റി സൈബർ അന്വേഷണ സംഘങ്ങളെ വട്ടം കറക്കിയ അർജുനായെങ്കി ഒളിവിലിരുന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി പോലീസ് ഉദ്യോഗസ്ഥരെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ചത്. ഇപ്പോൾ എന്ത് വില കൊടുത്തും വെടിവെച്ചുകൊണ്ടും ഈ ഗുണ്ടാ നേതാവിനെ പിടികൂടണമെന്ന കർശന നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചതിന് ഈ സാഹചര്യത്തിലാണ്. സൂക്ഷ്മമായ ആസൂത്രണത്തിന് ഒടുവിലാണ് അതിവിദഗ്ധമായി പോലീസ് സംഘം അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കണ്ണൂരിലെ അഴീക്കോട് സ്വദേശിയായ അർജുൻ ആയങ്കി DYFIയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത്. നിലവിൽ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, വ്യക്തികളെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഒട്ടേറെ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ആയങ്കി പ്രതിയാണ്. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ മുഴുകിയ ആയങ്കിയെ DYFI തള്ളിപ്പറയുകയും തങ്ങൾക്ക് ഇയാളുമായി ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആരോപണങ്ങൾ ശക്തമായി ഉയർന്നതോടെ അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി തുടങ്ങിയ ഗുണ്ടാ നേതാക്കളുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് P. ജയരാജൻ അടക്കമുള്ള CPM നേതാക്കൾ പൊതുയോഗങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന സ്വർണം പൊട്ടിക്കലിലാണ് അർജുൻ ആയങ്കി തന്റെ വൈദഗ്ധ്യം കൂടുതൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് മേഖലയിലെ കോഡ് പ്രയോഗമാണ് പൊട്ടിക്കൽ.
വിമാനത്താവളങ്ങൾ വഴി യഥാർത്ഥ നികുതി അടയ്ക്കാതെ വളഞ്ഞ വഴിയിൽ കൊണ്ടുവരുന്ന സ്വർണമോ, കസ്റ്റംസ് പരിശോധന വെട്ടിച്ച് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണമോ അത് കൈപ്പറ്റാൻ കാത്തു നിൽക്കുന്ന യഥാർത്ഥ മാഫിയ സംഘങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ക്രിമിനൽ ഗ്യാങ് ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കുന്നതാണ് സ്വർണം പൊട്ടിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ചിലർ തന്നെ കൂടുതൽ പണത്തിനായി വിവരങ്ങൾ ചോർത്തി നൽകാറുണ്ട്. സ്വർണം കൊണ്ടുവരുന്ന കരിയറിന്റെ ചിത്രവും എത്തുന്ന സമയവും വാഹനവും ധരിക്കുന്ന വസ്ത്രവിവരങ്ങളുമെല്ലാം പൊട്ടിക്കൽ ഗ്രൂപ്പിന് നേരത്തെ തന്നെ ചോർത്തി കിട്ടും. കാരിയറെ പിന്തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയോ ആക്രമിച്ചോ ആണ് ഗുണ്ടകൾ സ്വർണം തട്ടിയെടുക്കുക. വൻകിട സ്വർണ്ണ ബിസിനസ്സുകാർ തൊട്ട് ഇടത്തരം കച്ചവടക്കാർ വരെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഉപഭോക്താക്കളാണെന്നാണ് കസ്റ്റംസിന്റെയും DRI പോലെയുള്ള ഏജൻസികളുടെയും നിരീക്ഷണം. ക്രിമിനലുകളുടെ സഹായത്തോടെ വിമാനത്താവളങ്ങൾ വഴിയും മറ്റും വളഞ്ഞ വഴിയിൽ കൊണ്ടുവരുന്ന സ്വർണം പൂർണ്ണമായും നിയമവിരുദ്ധവും നികുതി വെട്ടിച്ചതുമാണ്. കസ്റ്റംസ് അധികൃതർ കള്ളക്കടത്ത് സ്വർണം എന്ന പരിധിയിൽ പെടുത്തിയിട്ടുള്ള ഈ സ്വർണം നഷ്ടപ്പെട്ടാൽ യഥാർത്ഥ ഉടമകൾക്കോ കരിയർക്കോ പോലീസിൽ പരാതിപ്പെടാനും കഴിയില്ല. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിയാണ് പൊട്ടിക്കൽ സംഘങ്ങൾ ഈ മേഖലയിൽ കൂടുതൽ സജീവമായി നിലയുറപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മെയ് മാസത്തിൽ കോതമംഗലത്തെ റിസോർട്ടിൽ വെച്ച് ക്രിമിനൽ പ്രവർത്തനം ആസൂത്രണം നടത്തുന്നതിനിടയിൽ അർജുൻ ആയങ്കിയെയും സംഘത്തെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് അടിസ്ഥാന കാരണം. കോതമംഗലം ഊന്നുകൽ പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി ആയങ്കി നിരന്തരം സന്ദേശങ്ങൾ അയക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. അർജുൻ ആയങ്കി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇയാൾ പൂർണ്ണമായും രഹസ്യ കേന്ദ്രത്തിലേക്ക് മുങ്ങിയത്. സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം എടുക്കാനുള്ള നീക്കത്തിലായിരുന്നു ആയങ്കി. ഇതിനിടയിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. താൻ വളർന്ന പാർട്ടി വേറെയാണെന്ന മട്ടിൽ തികച്ചും അധികാര ഗർവോടെയാണ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെല്ലുവിളിച്ചത്. വല്ലാതെ വിരട്ടരുത് എന്നും ആയങ്കി ആഭ്യന്തരമന്ത്രിയോട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് എന്ത് വില കൊടുത്തും ആയങ്കിയെ പൂട്ടണമെന്ന കർശന നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചത്. ആവശ്യമെങ്കിൽ വെടിവെച്ചും കീഴ്പ്പെടുത്താമെന്ന ഉത്തരവും വന്നു. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ ആകെ പരസ്യമായി വെല്ലുവിളിച്ച ഈ ക്രിമിനലിനെതിരെ വ്യക്തമായ വലവിരിച്ച പോലീസ് സംഘം ആയങ്കിയുടെ സഹോദരനെയും അടുത്ത അനുയായികളെയും ഇതിനോടകം അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ഗുണ്ടാ നേതാവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ വളർന്ന പാർട്ടി വേറെയാണെന്ന ധാർഷ്ട്യസ്വരത്തിൽ വെല്ലുവിളിക്കാൻ ആയങ്കിക്ക് കഴിയുന്നത് ഉന്നത കേന്ദ്രങ്ങളിൽ തനിക്കുള്ള പിടിപാടുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ്. ഇത് ഒരു ആയങ്കിയുടെ മാത്രം കാര്യമല്ല. ഈ വിധത്തിൽ ഒട്ടേറെ ആയങ്കിമാരെയാണ് വിവിധ പ്രസ്ഥാനങ്ങൾ പോറ്റി വളർത്തിയിട്ടുള്ളത്. അവരെല്ലാം അണിയറയിൽ സജീവമാണ് താനും. പാലൂട്ടിയ കൈകൾക്ക് കൊത്തേൽക്കുന്നതിനു മുൻപേ ആവിധം വിഷപ്പല്ലുകളെ തകർക്കാനുള്ള ആർജവമാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്.